أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك ومن عاقب بمثل ما عوقب به ثم بغي عليه لينصرنه الله إن الله لعفو غفور. ذلك بأن الله يولج الليل في النهار ويولج النهار في الليل وأن الله سميع بصير. ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل وأن الله هو العلي الكبير. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹജ്ജിലെ 60, 61, 62 3 ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك ومن عاقب بمثل ما عوقب به ثم بغي عليه لينصرنه الله إن الله لعفو غفور. ذلك അത് വമൻ ആഖബ ആരെങ്കിലും ശിക്ഷിക്കുകയാണ് എങ്കിൽ ബിമിസ്ലി മാ ഉഖിബ ബിഹി ഒരാൾ ശിക്ഷിക്കപ്പെട്ടതിന് പകരമായി പ്രതികാരമെന്നോണം മറ്റൊരാൾ ശിക്ഷിക്കപ്പെടുകയാണ് എങ്കിൽ ذلك വമൻ ആഖബ ബിമിസ്ലി മാ ഉഖിബ ബിഹി സുമ്മ ബുഗയ അലൈഹി പിന്നീട് അയാളോട് അതിക്രമം പ്രവർത്തിക്കുകയുമാണ് എങ്കിൽ ലയൻസുറന്നഹുല്ലാഹ് അല്ലാഹു അയാളെ സഹായിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലഅഫുവുൻ ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ മാപ്പ് കൊടുക്കുന്നവനാണ്, ഗഫൂർ പൊറുക്കുന്നവനുമാണ്. ദാലിക അത് ബി അന്നല്ലാഹ തീർച്ചയായും അല്ലാഹുവാണ് യൂലിജുൽ ലൈല ഫിന്നഹാരി രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നത് അല്ലാഹുവാണ്. വയൂലിജുൻ നഹാറ പകലിനെ അവൻ പ്രവേശിപ്പിക്കുന്നു ഫിൽ ലൈലി രാത്രിയിൽ പകലിനെ രാത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതും അല്ലാഹുവാണ്. വഅന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സമീഉം ബസീർ കേൾക്കുന്നവനാണ്, കാണുന്നവനുമാണ്. ദാലിക അത് ബി അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ ഹഖ് അവനാണ് സത്യം, അവൻ മാത്രമാണ് സത്യം. ഹുവൽ ഹഖ് വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി തീർച്ചയായും അവന് പുറമെ പ്രാർത്ഥിക്കുന്നവർ ഹുവൽ ബാത്തിലു അത് ബാത്തിലാണ്, അത് തള്ളപ്പെടേണ്ടതാണ്. വഅന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഹുവൽ അലിയുൽ കബീർ അവൻ ഏറ്റവും ഉന്നതനാണ്, ഏറ്റവും വലിയവനുമാണ്. അള്ളാഹു ഏറ്റവും ഉന്നതനാണ്, മഹാനുമാകുന്നു അള്ളാഹു. ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കുന്ന ശിക്ഷാവിധികൾ
അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടു, അത് മറ്റൊരാൾ ശിക്ഷിക്കപ്പെട്ടതിന് പകരമായിട്ടാണ് ശിക്ഷിക്കപ്പെട്ടത് എങ്കിൽ അതിനുശേഷം പിന്നീട് അയാളെ വീണ്ടും അതിക്രമത്തിന് ഇരയാവുകയാണെങ്കിൽ അള്ളാഹു അയാളെ സഹായിക്കുന്നതാണ്. ഒരാൾ ആക്രമിക്കപ്പെട്ടു എങ്കിൽ ആ അക്രമത്തിന് തുല്യമായി കോടതി അയാളെ ശിക്ഷിക്കും. വീണ്ടും ആ ശിക്ഷാവിധി അങ്ങനെ നീണ്ടു പോകാൻ പാടില്ല. അത് അതിന് പകരമായി ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പേരിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം, അക്രമ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അടുത്ത ആയത്തിൽ പറയുന്നത് രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നതും പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നതും അല്ലാഹുവാണ്. അതായത് രാത്രി, ആ രാത്രി അങ്ങനെ കട്ടി കൂടി വന്നു കുറേ കഴിയുമ്പോൾ ആ രാത്രി പകലിലേക്ക് ചേരുകയാണ്. പിന്നെ പ്രകാശം പൊട്ടിപ്പുളരുന്നു, അവിടെ നോക്കിയിട്ട് പിന്നെ സൂര്യോദയം ഉണ്ടാവുന്നു, ആ രാവ് പകലിലേക്ക് ലയിക്കുകയാണ്. അങ്ങനെ പകല് കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പകല് അത് പിന്നെ രാത്രിയിലേക്ക് മാറുകയാണ്, പിന്നെ രാത്രിയാണ്. ആ രാവിന് ശേഷം പകലും പകലിന് ശേഷം രാവും അത് അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന ഒന്നാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് മനസ്സിലാക്കി തരുന്നത്. മറ്റൊന്ന്, അള്ളാഹുവാണ് സത്യമായുള്ളവൻ, യാഥാർത്ഥ്യം അള്ളാഹു മാത്രമാണ്. അവന് പുറമെ അവർ വിളിച്ചു ചേർക്കുന്നത് എല്ലാം തന്നെ നിരർത്ഥകമാണ്. അള്ളാഹു അല്ലാതെ അവരെന്തൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ആരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ജീവനുള്ളതോ ഇല്ലാത്തതോ എന്തെങ്കിലും ആവട്ടെ, ഏതൊന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അതെല്ലാം തന്നെ ബാത്തിലാണ്. അവയെല്ലാം നിരർത്ഥകമായ സംഗതിയാണ്, അർത്ഥമില്ലാത്ത സംഗതിയാണ്. അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതെന്നർത്ഥം. അള്ളാഹുവാണ് ഉന്നതനും മഹാനുമായിട്ടുള്ളവൻ. പടച്ച തമ്പുരാനോട് കിടപിടിക്കുന്ന ഒന്നുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലുള്ള ആരുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലുള്ള അള്ളാഹ്ക്ക് തുല്യമായി ആരുമില്ല. ഇത് ഒന്നുകൂടി അള്ളാഹു ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. വിശുദ്ധ ഹജ്ജിന് പുറപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഹജ്ജും ഉംറയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തികരമായ കൂടുതൽ പുണ്യം നിറഞ്ഞതാക്കി കൊടുക്കുകയും കവലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരാൻ തൗഫീഖുകയും ചെയ്യുമാറാകട്ടെ. നമുക്കും ഹജ്ജും ഉംറയും ഒക്കെ എത്രയും പെട്ടെന്ന് നടത്താനുള്ള അവസരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.